അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരെയും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇതാ നേരം വെളുത്ത് നീച്ച് വന്നേക്ക് നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. എന്നാൽ പിന്നെ നമുക്ക് രാവിലെ ചായത്തെ കടിക്ക് കറിയായി. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് വെക്കണ സമയത്ത് പിന്നെ നമ്മളൊരു കറി അന്വേഷിച്ച് നടക്കണ്ടല്ലോ. മീൻകറിയായി. അപ്പോൾ രണ്ടുണ്ട് കേട്ടോ ഗുണം. അതായത് നമ്മൾ രാവിലത്തെ ചായൻ്റെ കടിക്കും എടുക്കുക, പിന്നെ നമ്മൾ ചോറുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ചോറുക്കും കൂട്ടാട്ടോ. അപ്പോൾ മീൻകറി ഉണ്ടാക്കിയാൽ അതാണ് ഗുണം. അപ്പോൾ ഞാനിത് ചട്ടിയോട് വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പത്തേക്ക്. ഇത് ഒരു മുറി തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ നല്ല പോലെ ചിരകി വെച്ചിട്ടുണ്ട് ചെറുതാക്കിയിട്ടാണ്. എന്നിട്ട് നമ്മളിത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് വലിയ ജീരകം 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമുക്ക് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് പൊടികളൊക്കെ തേങ്ങയിലൊക്കെ പിടിക്കുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല പോലെ അരച്ചെടുക്കുക കേട്ടോ, ചതച്ചൊന്നും എടുക്കരുത്. പിന്നെ നിങ്ങളൊക്കെ രാവിലെ അങ്ങനെ മീൻകറിയൊക്കെ ഉണ്ടാക്കലുണ്ടോ? അതോ ഉച്ചക്കാണ് എല്ലാവരും മീൻകറി ഉണ്ടാക്കുക? രാവിലെ മീൻകറി ഉണ്ടാക്കിയാൽ നല്ല സുഖമാണ് കേട്ടോ. തലേ ദിവസം മീനൊക്കെ വാങ്ങി വെക്കണം കേട്ടോ. അപ്പോഴല്ലേ നമുക്ക് രാവിലെ തന്നെ മീൻകറി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മറ്റേത് നമ്മളെ മീൻകാരനൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേന് കുറേ നേരം വൈകൂലേ. അപ്പോൾ ഞാൻ ചെറിയ ജാറെടുത്ത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ കുറേ വെള്ളം ഒഴിച്ചാൽ പുറത്ത് പോകും. അപ്പോൾ കാരണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. പെട്ടെന്ന് അരഞ്ഞിട്ടോ ചെറിയ ജാറിൽ അരച്ചാൽ. ഇനി നമുക്കിതാ ഈ അരച്ചെടുത്തിട്ട് തേങ്ങ നമ്മളെ ചട്ടിക്കട ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഓരോരുത്തരും ഓരോ രീതിയിലാവും മീൻകറി ഉണ്ടാക്കുക. ഞാൻ അപ്പം എൻ്റെ രീതിയാണ് കേട്ടോ കാണിച്ചത്. അന്ന് നമ്മളെ മിക്സി ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അത് ഒഴിച്ചെടുത്തു. ഇനി അതൊന്ന് കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ഒന്ന് ഒഴിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. തേങ്ങ കുറച്ചും വെള്ളം കുറയാവരുതേ. ചില ആൾക്കാർക്ക് കുറച്ചൊരു കട്ടി കുറഞ്ഞ കറിയാവും ഇഷ്ടം, ചില ആൾക്കാർക്ക് നല്ല കട്ടിയുള്ള കുറുകിയ കറിയാവും ഇഷ്ടം അല്ലേ. അപ്പോൾ ഞാൻ അവിടെ കുറച്ചൊന്ന് നീട്ടി കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ കല്ലുപ്പ കേട്ടോ. കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് നമ്മൾ മീൻ കറിക്ക്. ഇനി നമ്മൾ ഇതിലേക്ക് 2 തക്കാളി കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ട് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കൊടുമ്പുളിയാണ്. നമുക്ക് ഇവിടെ ഒരു കൊടുമ്പുളി മരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണക്കി വെക്കുന്നതാണ്. അപ്പോൾ ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിന് തന്നെ ആ വെള്ളം കഷ്ണം കൂടെ ആയി ഇട്ട് കൊടുത്തിട്ടോ. ഇനി നമ്മൾ പച്ചമുളക് കണ്ടില്ല ഗേസ്, നമ്മളെ പച്ചമുളക് മരം ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല അടിപൊളി ഉണ്ടമുളകാണ് കേട്ടോ. കണ്ടില്ല, ഓരോ മുളകിൻ്റെ വലിപ്പം കണ്ടാൽ വിചാരിക്കും മറ്റേ നീണ്ട മുളകാണ്. നീണ്ട മുളകല്ല കേട്ടോ, ഇത് ഉണ്ടമുളക് തന്നെയാണ്. ഉണ്ടമുളക് വലുതായതാണ് കേട്ടോ. അപ്പം നമ്മൾ മുളകൊക്കെ പറിച്ചിട്ടുണ്ട്. വിഷമില്ലാത്ത രാസവളങ്ങളില്ലാത്ത ശുദ്ധമായ നമ്മുടെ പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. തക്കാളി, പച്ചമുളകൊക്കെ, ഇഞ്ചിയൊക്കെ. ഇഞ്ചി നമ്മൾ ഉണ്ടാക്കി വിളവെടുത്തിട്ടുണ്ട്, കാണിച്ചു തരണ്ടേ. പിന്നെ നമ്മൾ ഓലയാണ് കേട്ടോ, ഓലക്കൊടി. ഓല കത്തിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 2 കൊള്ളിയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെ നമ്മളെ പറമ്പിൽ തന്നെ കിട്ടിയ കവുങ്ങുണ്ടല്ലോ, അടക്ക, അത് ഉണങ്ങിയതാട്ടോ. അത് നല്ല കത്തുക, നല്ല മൂക്കണം കേട്ടോ, അപ്പോഴും നല്ല കത്തുക. അപ്പോൾ അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ തിളക്കട്ടെ. തിളച്ച് വന്നിട്ടാണ് കേട്ടോ നമ്മൾ മീൻ കഴുകി നന്നാക്കി പിന്നെ വൃത്തിയാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, പൂച്ചയൊക്കെ വരച്ചിട്ട്. അപ്പോൾ നമ്മളെ കറിയൊക്കെ നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് വേറെ പണികളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് അലക്കാനൊക്കെ ഉണ്ട്. നബിദിനവും കല്യാണമൊക്കെ ആയത് കാരണം കുറേ ഡ്രസ്സൊക്കെ കല്ലുമ്മ കൊണ്ടുപോയി അലക്കാണ്ട്. കട്ടപ്പാ കുട്ടാപ്പി, എന്താ ഇന്നലെ വരാഞ്ഞ്? ഇടക്കിൻ്റെ അടുത്തേക്ക് വരും ഗൈസ്. എന്തേ മീൻ വന്നതാ? അവിടെ ഇരിക്കട്ടാ. പോവാണി, തെറ്റിപ്പോവാ കുട്ടാപ്പി. എന്ത് പോക്കാടാ. അങ്ങനെ നമ്മൾ കല്ലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് കല്ലുമ്മ അലക്കാണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അലക്കിയൊക്കെ കല്ലുമ്മ അടിച്ചലക്കൊന്നും വേണ്ട, നല്ല പുതിയ ഡ്രസ്സൊക്കെയാണ്. അപ്പോൾ ഒന്ന് സർഫിലിട്ടിട്ടേ സോപ്പും പൊടിയിലിട്ടിട്ടൊന്ന് വറുതിയിട്ട് എടുത്തേക്കാൻ വിചാരിച്ചിട്ടോ.
മറ്റേ നമ്മൾ മെഷീനിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ കല്ലും മുത്തും ഒക്കെ പോവുകയും ചെയ്യും. പിന്നെ പെട്ടെന്ന് നമ്മൾ ഡ്രസ്സൊക്കെ പഴയതാവട്ടോ മെഷീനിട്ട് അലക്കി കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ നല്ല പുതിയ ഡ്രസ്സുകളൊക്കെ എപ്പോഴും കല്ലുമ്മ അലക്കാട്ടോ നല്ലത്. കല്ലുമ്മ അത് വിചാരിച്ച് കല്ലുമ്മ വെച്ചിട്ട് ഒരതി അലക്കുകയും ചെയ്യരുത്. പതുക്കെ ഒന്ന് അലക്കിയെടുത്താൽ നമുക്ക് നല്ലതാട്ടോ. അപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മൾ വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യുന്ന മാക്സിയൊക്കെ ആണെങ്കിൽ കല്ലുമ്മ അലക്കി കഴിഞ്ഞാൽ നല്ല വൃത്തിയാണ് കേട്ടോ ഡ്രസ്സിന്. കാരണം അതിൻ്റെ അടിഭാഗത്തുള്ള ചളിയും അതുപോലെ തന്നെ നമ്മൾ പാത്രം കഴിയുന്ന സമയത്ത് നമ്മളെ മാക്സിൻ്റെ മുൻവശത്തുണ്ടാകുന്ന വെള്ളമൊക്കെ തെറിച്ചിട്ടുള്ള അതൊക്കെ പോവണമെങ്കിൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഡ്രസ്സ് കിട്ടണമെങ്കിൽ നമ്മൾ കല്ലുമ്മ തന്നെ അലക്കണ്ട. കല്ലുമ്മ അലക്കണ മാക്സിയൊക്കെ 4, 5, 6 വർഷമൊക്കെ കഴിഞ്ഞാലും നല്ല ഫ്രഷ് ആയിരിക്കും. ഒരു കരിമ്പനടിച്ചൊരു കുത്തുപോലും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ അലക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നല്ല വെയിലുള്ള ദിവസമാട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിതാ ഒക്കെ ഒന്ന് ഉണങ്ങാട്ട് കൊടുക്കട്ടെ, പെട്ടെന്ന് ഉണക്കിയെടുക്കാമല്ലോ. ഇത് മെഷീനിലിട്ട് ഉണക്കിയിട്ടൊന്നുമില്ല കേട്ടോ, കാരണം ഒക്കെ പോളിസ്റ്ററൊക്കെയാണ്, കോട്ടനൊന്നുമില്ല. അപ്പോൾ നല്ല വെയിലും ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഉണക്കി കഴിഞ്ഞാൽ ആകെ ചുളിഞ്ഞും കൊണ്ടിരിക്കും. അപ്പോൾ അപായൊക്കെ ആകുമ്പോൾ പുതിയ ഡ്രസ്സുകളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഉണക്കുക നല്ലത്. എന്നാൽ നമുക്ക് ഇസ്തിരി ഇട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആ ഡ്രസ്സുകളൊക്കെ നമ്മൾ വെയിലത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല വെയിലാട്ടെന്ന്. മഴ പെയ്താൽ നല്ല തണുപ്പ്, വെയിലറച്ചാലാണ് ഈ ചൂട് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്തിരിക്കണം അറിയാം, മീനൊക്കെ തീക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ ക്ലിപ്പ് ഒന്നും കാണാല്ലേ. ഇതാ മാന്തൽ കറിയാണ് കേട്ടോ. മാന്തൽ ഇതാ വെന്തിട്ടുണ്ട്, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. പിന്നെ ഈ കറി ഇതാ നമുക്ക് ഇനി ഉള്ളിയും പിന്നെ കറിവേപ്പിലൊക്കെ തൂമിച്ചിട്ട് തീക്ക് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തറിയോ, ഉള്ളിയും കറിവേപ്പിലൊക്കെ തൂമിക്കാൻ മടിച്ചിട്ടേ നമ്മൾ പണി കഴിയുമ്പോൾ കുറേ നേരം വൈകിട്ടോ. അപ്പോൾ ഞാൻ വേഗം കുറച്ച് 2 അല്ലി കറിവേപ്പില അയക്കട ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടോ, പച്ച വെളിച്ചെണ്ണ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാട്ടോ, എളുപ്പപ്പണിയാണ് അതൊക്കെ. അപ്പോൾ നമ്മളെ കറി കണ്ടില്ലേ, നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ, നല്ല കുറച്ചൊരു കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ കറിക്ക്. അപ്പോൾ ഈ ഒരു കറി നമ്മൾ ദോശൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം, അപ്പം നമുക്ക് ചോറിൻ്റെ കൂടെ എടുക്കാം. അപ്പോൾ ഒരു കറി ഉണ്ടാക്കിയാൽ മതി, മീൻ കറി ആയാൽ. അങ്ങനെ ഉണ്ടൊരു ഗുണം കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീൻ കറിൻ്റെ സ്മെല്ലും ഉണ്ട്. ഇതാ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ പച്ച വെളിച്ചെണ്ണ, ഇതൊക്കെ മതി, കുറച്ച് കറിയല്ലേ ഉള്ളൂ. അപ്പം ഇനി ഒരു ചട്ടി അടുപ്പത്തൊക്കെ ഭയങ്കര മടി കേട്ടോ. അങ്ങനെ ആ ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ചോറുണ്ടാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ലൈക്ക് ചെയ്യാനൊന്നും. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.